നമ്മുടെ അയൽ സംസ്ഥാനത്തിലെ മഹാപട്ടണമായ ചെന്നൈയിലേക്ക് വർഷങ്ങളായി കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾ കുടിയേറിപ്പാർക്കും. അവരെ തേടി ഒരു പറ്റം മിഷണറിമാർ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചു, അന്വേഷിച്ചു, ഓരോരുത്തരെയായി കണ്ടെത്തി. കൂട്ടത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ഒരു കൂട്ടം സഹോദരങ്ങളെയും ഈ മിഷണറിമാർ കൂടെ കൂട്ടി. അവരോടൊപ്പം സ്നേഹത്തിന്റെ പെസഹ ആചരിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ. ചെന്നൈ മിഷൻ. ചെന്നൈയിലെ കോടമ്പാക്കം. വേനൽക്കാലത്ത് ചെന്നൈ പട്ടണത്തിലെ പതിവ് കാഴ്ചകളാണ് നാം ഈ കാണുന്നത്. തമിഴ്നാട്ടിലെ നിലക്കടല പണ്ട് മുതൽ കേരളത്തിൻ്റെയും പ്രിയമാണല്ലോ. പാണ്ടി കപ്പലണ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ നിലക്കടല നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കുന്നതിൻ്റെ പിന്നിൽ തമിഴിൻ്റെ കൈകളാണ്. പുഴുങ്ങിയ നിലക്കടല ഇവിടുത്തുകാരുടെ പ്രിയ വിഭവമാണ്. ഇന്ന് നമുക്ക് പോകേണ്ടത് കോടമ്പാക്കത്തുള്ള ഒരു ദേവാലയത്തിലേക്കാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഹൗസിംഗ് കോളനിയിലാണ് ആ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമധേയത്തിലുള്ള ചെന്നൈ മിഷന്റെ ദേവാലയം. വിശുദ്ധിയെ വളർന്ന് നന്മകൾ പുറപ്പെടുവിക്കുവാനും അവിടുന്ന് നമ്മെ പ്രാപ്തരാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അൽഫോൻസാമ്മയുടെ മാധ്യസ്ഥവും നാം ഓരോരുത്തരുടെ മേൽ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എൻ്റെ പേര് ഫാദർ സാബു പയ്യപ്പള്ളി. ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ നാമധേയത്തിലാണ് ഞങ്ങളുടെ ഈ ദേവാലയം. സെൻറ്റ് അൽഫോൻസ സീറോ മലബാർ കാത്തലിക് ചർച്ച് കോടമ്പാക്കം. മൈലാപ്പൂർ ആർച്ച് ഡയസിസ് 10 ഇടവകൾക്കാണ് പാരിഷ് പദവി നൽകിയിരിക്കുന്നത് ഈ ചെന്നൈ മിഷനിൽ. അതിലൊരു പള്ളിയാണ് ഈ കോടമ്പാക്കം സെൻറ്റ് അൽഫോൻസ ഇടവക. സീറോ മലബാർ ആരാധനക്രമത്തിൽ മലയാളത്തിൽ വിശുദ്ധ ബലി പങ്കുചേരാനായിട്ട് ഇവിടെയുള്ള ആളുകളെല്ലാവരും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പിന്നീട് എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനായി ഉചിതമായൊരു സ്ഥലം എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഉചിതമായ സ്ഥലം നമുക്ക് ലഭിച്ചത് ഈ ഭവനമാണ്, ഈ സ്ഥലമാണ്. ഇവിടുത്തെ പ്രിയപ്പെട്ട ഹ്യൂബർട്ട് അങ്കിളാണ് ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കുവാനും ഒരുമിച്ച് കൂടുവാനും വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുമിച്ച് തന്നിരിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്ത യൂബർട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. യൂബർട്ടിൻ്റെ പാദങ്ങൾക്ക് തളർവാദം ബാധിച്ചിട്ടുണ്ട്. ഇവരുടെ ഭവനത്തിൻ്റെ ടെറസിന് മുകളിലാണ് ദേവാലയം സജ്ജമാക്കിയിരിക്കുന്നത്. ചെന്നൈ മിഷൻ കോടമ്പാക്കത്ത് ദേവാലയം നിർമ്മിക്കാൻ ഒരു തുണ്ട് ഭൂമിക്കായി അലയുന്ന സമയം മിക്ക വാതിലുകളും മിഷന്റെ മുന്നിൽ അടഞ്ഞപ്പോഴാണ് യൂബർട്ടും കുടുംബവും തങ്ങളുടെ ഭവനത്തിന്റെ ടെറസ് ഒരു ദേവാലയത്തിനായി സന്തോഷപൂർവ്വം വിട്ടുകൊടുത്തത്. ചെന്നൈ മിഷനോടൊപ്പം ഒരു നിമിഷം ഇവർക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. ദൈവ അനുഗ്രഹങ്ങൾ നേരാം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആള് ഞങ്ങളെ സുഖപ്പെടുത്തുന്നത്, അനുഗ്രഹിക്കുന്നത്, ആശീർവദിക്കുന്നത്. അവിടുന്ന് തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അവിടുത്തെ മുമ്പിൽ കരഞ്ഞു വന്നവരെല്ലാം
സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ ഭവനത്തോടൊപ്പം ദയമായി ഉപജനോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും. ഇന്ന് ചെന്നൈ മിഷൻ യൂബർട്ടിനെ പോലെ മഹാമനസ്കതയുള്ള അനേകം അൽമായരാൽ സമ്പന്നമാണ്. എൻ്റെ പേര് ജേക്കബ് ചക്കാത്ര. ഇവിടെ പെരമ്പൂർ താമസിക്കുന്നു. ചെന്നൈയിൽ സീറോ മലബാർ സഭ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ഇവിടെ പ്രവാസികളായ സീറോ മലബാർ കത്തോലിക്കർ ബിസിനസ് പരവും ഉദ്യോഗാർത്ഥവും തൊഴിൽപരവും വിദ്യാഭ്യാസപരവുമായിട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ കുടിയേറി പാർത്തിരുന്നു. എന്നാൽ തങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ താങ്കളുടെ ആരാധനക്രമത്തിലോ ഒക്കെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനോ മറ്റ് അവസരങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞായറാഴ്ചകളിൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ പറ്റാതെ സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വിവാഹം, മരണം പോലുള്ള ചടങ്ങുകളിൽ താങ്കളുടെ വിശ്വാസത്തിനനുസൃതമായി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കപ്പെട്ടിരുന്നില്ല. ഈ കാലയളവിലാണ് സീറോ മലബാർ സഭ ചെന്നൈ മിഷനെ ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് ഏൽപ്പിക്കുന്നത്. ഈ സന്ദർഭങ്ങളിലെല്ലാം സഭയോടൊത്ത് ചിന്തിക്കുവാനും സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സേവനം ചെയ്യുവാനും ഒത്തിരിയേറെ അൽമായ പ്രേക്ഷിതരെ ഇവിടുത്തെ അച്ഛന്മാർ വളരെയേറെ ക്രമപ്പെടുത്തുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കുവാൻ സാധിച്ചു. ഇന്ന് ചെന്നൈ മിഷന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുൻതൂക്കം ക്രിസ്തുവിനെ അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ടാണ്. ഇതിനായി ഈ ചെന്നൈയിൽ 1/2 സെന്റ് മുതൽ ലഭ്യമാകുന്ന സ്ഥലങ്ങളിൽ വിശ്വാസ കൂട്ടായ്മകൾ സ്വരുക്കൂട്ടുന്നു. ആഗോള സുവിശേഷവൽക്കരണത്തിന്റെ പാതയിലാണ് സീറോ മലബാർ ചെന്നൈ മിഷൻ. ഇതിനായി പ്രാർത്ഥനാനിരതമായ കൂട്ടായ്മകളെ ചെന്നൈ മിഷൻ ഒരുക്കിയിട്ടുണ്ട്. വിസ്തൃതമായി കിടക്കുന്ന ഈ ചെന്നൈ പട്ടണത്തിൽ ഇനിയും ക്രിസ്തുവിനെ അറിയാത്ത അനേകം മക്കളുണ്ട്. അവരിലേക്ക് ക്രിസ്തുവിനെ പകരാൻ പരിശുദ്ധാത്മ ശക്തിക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു പുതിയ പന്തക്കുസ്തയ്ക്കായി മിഷനെ കൂടുതൽ ഒരുക്കുന്നതിനു വേണ്ടി ഇവിടെ നിന്ന് പ്രാർത്ഥനകൾ ഉയരുന്നു. ചെന്നൈ മിഷന്റെ അടുത്ത മിഷൻ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര. ചെന്നൈ പട്ടണത്തിൽ നിന്ന് ഏതാണ്ട് 75 കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാടിന്റെ അതിർത്തിയിലുള്ള ഒരു കുഗ്രാമത്തിലേക്കാണ്. ചിന്ന ബൊമ്മാജിക്കുളം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മിഷൻ സ്റ്റേഷനിലാണ് നാം എത്തിയിരിക്കുന്നത്. FCC സന്യാസിനിമാരെയാണ് സമീപമുള്ള പാപ്പാൻ കണ്ടികൈ ആദിവാസി ഗോത്രങ്ങളിൽ ചെന്നൈ മിഷന്റെ പ്രവർത്തനങ്ങൾക്കായി ദൈവം തെരഞ്ഞെടുത്തത്. ചെന്നൈ സീറോ മലബാർ മിഷന്റെ ചെന്നൈ അതിർത്തിയിലുള്ള ഏകദേശം 75 കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഒരു യൂണിറ്റാണ് ആശീർവാദ് ഭവൻ. ഇത് ഒരു റൂറൽ പ്രോജക്റ്റായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഫ്രാൻസിസ്കൻ ക്ലാരിറ്റി കോൺഗ്രിഗേഷനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം ഞങ്ങളുടെ ഈ ഹൗസിന് ചുറ്റുമായിട്ട് 10ഓളം ഗ്രാമങ്ങളുണ്ട്. ഇതിൽ 2 ഗ്രാമങ്ങൾ ഞങ്ങൾ ദത്തെടുത്തിട്ടുണ്ട്. അതിലൊന്ന് ആദിവാസി കോളനിയാണ്, ഇരുളർ കോളനി എന്ന് പറയും. പാപ്പാൻ കണ്ടിക എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് എലി, മീൻ, കാട്ടിലെ മൃഗങ്ങൾ ഇതൊക്കെ പിടിക്കുക, അത് കിട്ടിയാൽ ഭക്ഷണം,
അല്ലെങ്കിൽ വെറും അരി ഭക്ഷണം മാത്രമായിട്ട് ഉപ്പും മുളകുമായിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് അവരുടേത്. അതുകൊണ്ട് ആരോഗ്യപരമായി അവർ വളരെ പിന്നോക്കമാണ്. ഇവിടുത്തെ പ്രധാന പ്രോജക്റ്റ് മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടർ വന്ന് രോഗികളെ സന്ദർശിക്കുക എന്നുള്ളതാണ്. രോഗികൾക്ക് ആവശ്യമായ മരുന്നും നിർദ്ദേശങ്ങളും എല്ലാം ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ആവശ്യമായ രോഗികളെ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായ സഹായിച്ച് ചെയ്തു കൊടുക്കുക, വീഡിയോ നിർമ്മാണത്തിൽ സഹായിക്കുക, ഇങ്ങനെ എല്ലാ വിധത്തിലും ഒന്ന് പൊക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ ക്രമങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിലുള്ള ആദിവാസി ഗോത്രങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇരുളർ. ഇന്നുള്ള ലോകത്തിൻ്റെ യാതൊരു പരിഷ്കാരങ്ങളും അനുകരിക്കാത്ത ഇവർക്ക് വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും അവബോധം നൽകുകയാണ് ഈ മിഷണറിമാരുടെ പ്രഥമ കർത്തവ്യം. ആശീർവാദ് ഭവൻ എന്ന ഇവിടുത്തെ കോൺവെന്റിൽ പാവപ്പെട്ടവർക്കായി ഒരു ചെറിയ ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഞങ്ങൾക്ക് ചുറ്റും 10-ലേറെ കോളനികളുണ്ട്. ഞങ്ങൾക്കിപ്പോൾ 2 എണ്ണമേ ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. എങ്കിൽ ഞങ്ങളെ കുറേശ്ശെയായിട്ട് ഞങ്ങളുടെ ഈ ചുറ്റുമുള്ള എല്ലാ ഗ്രാമങ്ങളിലേക്കും ഞങ്ങളെ സേവനം എത്തിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള എല്ലാ ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ വില്ലേജുകളിലും പോയിട്ട് രോഗികളെ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായി ചെയ്തു കൊടുക്കുക എന്നതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും 2 എണ്ണം ഏറ്റെടുക്കുക, കാരണം അവരുടെ കഴിഞ്ഞിട്ട് അടുത്തേക്ക് നീങ്ങുക എന്നുള്ള പ്രത്യാശയോടെയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചത് വളരെ ലേറ്റായിപ്പോയി. കാരണം ഞങ്ങൾ സിറ്റിയിലായിരിക്കും, നമുക്കിതൊന്നും അറിയുന്നില്ല. സിറ്റിയിൽ നിന്ന് വിട്ട് ഇതുപോലെയുള്ള ഏറെ ഗ്രാമങ്ങളും കോളനികളും ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അവരുടെ മെഡിക്കൽ ആവശ്യങ്ങളൊക്കെ വളരെ പരിതാപകരമാണ്. ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ പരിതാപകരമായിട്ടാണ് അവരുടെ മെഡിക്കൽ സേവനങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ ഈ നടത്തപ്പെടുന്ന കമ്മ്യൂണിറ്റി ക്ലിനിക്കിലേക്ക് 2 പ്രാവശ്യമേ ഉള്ളൂ എങ്കിലും 50-50ലേറെ രോഗികൾ ഒരു ദിവസം വന്ന് രോഗനിർണയം നടത്തി മരുന്നുകൾ വാങ്ങി പോകുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാകുന്നത്, ചെന്നൈ മിഷന്റെ ശുശ്രൂഷകൾ പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അർഹിക്കുന്ന സമൂഹങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുകയാണ് മിഷണറിമാർ. അതിനായി മൈലുകൾ താണ്ടേണ്ടി വന്നാലും ഒരു മടിയും കൂടാതെ എവിടേക്കാണോ അവിടേക്ക് എത്തിച്ചേർന്നിരിക്കും ചെന്നൈ മിഷൻ. ആവടിയിൽ സ്ഥിതി ചെയ്യുന്ന ചെന്നൈ മിഷന്റെ ഇൻഫന്റ് ജീസസ് ദേവാലയം. സ്ഥല ദൗർലഭ്യം മൂലമാണ് ഇവിടെ ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു ദേവാലയം വിശ്വാസികൾക്ക് വേണ്ടി നിർമ്മിക്കാൻ ചെന്നൈ മിഷൻ തീരുമാനിച്ചത്. ഞാൻ ഫാദർ വിനീഷ് വി വട്ടോലി, ചെന്നൈ മിഷനിലെ ആവടി പട്ടാഭിരാം പള്ളിയിലെ വികാരിയായി കഴിഞ്ഞ 1.5 വർഷമായിട്ട് സേവനം ചെയ്തു വരികയാണ്. ഞാൻ ഇവിടെ വന്നത് മുതൽ ദൈവത്തിൻ്റെ പരിപാലന പ്രത്യേകമായി അനുഭവിച്ചറിയുകയാണ്. ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ പണിതപ്പെട്ടതുകൊണ്ട് ഇവിടെ പുറകിലും മുൻപിലും ഉണ്ടായിരുന്ന 2 വീടുകൾ വില്ലേജ് ഓഫീസിൽ വന്ന് അത് ഇടിച്ചു കളയുകയും, പക്ഷേ ഇത് ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ട്, ദൈവം വസിക്കുന്ന സ്ഥലമായതുകൊണ്ട് പ്രത്യേകമായിട്ട് കർത്താവ് കാത്തു പരിപാലിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ അനുഭവവേദ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല, കഴിഞ്ഞ മഴവെള്ളക്കെടുതി മൂലം ദുരിതം അനുഭവിച്ചപ്പോൾ ഈ പള്ളിയും ഈ പള്ളിയോട് ചേർന്ന പ്രദേശങ്ങളും വെള്ളത്തിൽ കുറേ ഭാഗമെങ്കിലും മുങ്ങിപ്പോകാനായിട്ടിട വന്നു. പള്ളിക്കകത്ത് ഏകദേശം മുട്ടിനൊപ്പം വെള്ളം കയറാനായിട്ടിട വന്നു. അതുമൂലം തന്നെ ഞങ്ങൾ ഇടവക ജനങ്ങൾ മുഴുവനും വലിയ പ്രാർത്ഥനയിൽ കഴിയുകയായിരുന്നു. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ദിവസം ആരാധന വെച്ച് പ്രാർത്ഥിച്ചു.
എല്ലാവരോടും പ്രത്യേകമായി കൊന്ത ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഞങ്ങളുടെ പള്ളിക്ക് അകത്ത് വെള്ളം കയറിയെങ്കിലും വലിയ കേടുപാടുകളൊന്നുമില്ലാതെ, മാത്രമല്ല ഈ പള്ളിക്ക് പരിക്കുകളൊന്നും പറ്റാതെ ദൈവം പ്രത്യേകമായിട്ട് കാത്തുപരിപാലിക്കുകയായിരുന്നു. ചെന്നൈയുടെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച പ്രളയത്തിന്റെ രൂപത്തിൽ ആഞ്ഞടിച്ച ദുരന്തത്തിൽ ഈ ചെറു ദേവാലയവും ഉൾപ്പെട്ടു. നാം കാണുന്ന ചിത്രങ്ങൾ മിഷണറിമാർ എടുത്തത് വെള്ളപ്പൊക്കത്തിന്റെ കാഠിന്യം കുറഞ്ഞ സമയത്തായിരുന്നു. അപ്പോഴേക്കും ഈ ദേവാലയം ഒരു തുരുത്തിൽപ്പെട്ട നിലയിലായിരുന്നു. മുട്ടിനു മുകളിൽ ദേവാലയത്തിൽ വെള്ളം നിറഞ്ഞൊഴുകിയ സമയം ഇവിടുത്തെ മിഷണറിമാർ സക്രാരിക്കുള്ളിലെ വാഴ്ത്തിയ തിരുശരീരം കെടുതിയിൽ നിന്ന് സംരക്ഷിക്കാൻ വീണ്ടെടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെള്ളം ഉയർന്നിട്ടില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് ഫാദർ ജോമോൻ, വീട്ടുപേര് കൂനൻ. ചെന്നൈ മിഷൻ്റെ സ്കൂളുകൾ പൊതുവായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഗ്രാമങ്ങളിലാണ്, ഉൾനാടൻ ഗ്രാമങ്ങളിൽ. സിറ്റികളിലൊന്നും ഒരൊറ്റ സ്കൂൾ പോലും ചെന്നൈ മിഷനില്ല. ചെന്നൈ മിഷൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് വില്ലേജിനെ സമുദ്ധരിക്കുക, ഗ്രാമങ്ങളെ പുനരുദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ചെന്നൈ മിഷൻ സിറ്റികളിൽ പോകാതെ ഉൾനാടുകളിലേക്ക് പോയിട്ട് വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടും ധാർമ്മികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും സമൂഹത്തെ വളർത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ സിറോ മലബാർ ചർച്ചിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ വിശുദ്ധ ബലി നടക്കുന്നത്, അതും ക്ലാസ് റൂമിലാണ് നടക്കുന്നത്. ഇനിയും ഈ സ്ഥാപനം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ pre-KG മുതൽ 10ാം ക്ലാസ് വരെയാണ് ഇവിടെയുള്ളത്. ഇനിയും ഭാവിയിൽ +1, +2 തലങ്ങളിലേക്ക് ഉയരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള യാത്രയിലും അഭിമന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും വൈദികരുടെയും ആത്മായരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം തീർച്ചയായിട്ടും ഈ മിഷനെ സഹായിക്കുന്നവരെയൊക്കെ ആത്മാർത്ഥമായിട്ടും ദൈവം അനുഗ്രഹിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. തമിഴ് തമിഴരുടെ പ്രാണവായുവാണ് തമിഴ് ഭാഷ. ഇതില്ലാത്തൊരു ജീവിതം ഇവർക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ എന്ന വിശേഷണം ലഭിച്ചത് ദ്രാവിഡ ഭാഷയായ തമിഴിനാണ്. സിംഗപ്പൂരിൻ്റെയും ശ്രീലങ്കയുടെയും ഔദ്യോഗിക ഭാഷ കൂടിയാണ് തമിഴ് എന്നത് ഈ ഭാഷയ്ക്ക് ആഗോള പ്രാധാന്യം ലഭിച്ചു. തമിഴ് ഭാഷയുടെ സൗന്ദര്യം വർണ്ണിക്കാൻ എപ്പോഴും തമിഴർക്ക് ഉത്സാഹമാണെന്ന് ചെന്നൈ മിഷൻ പറയുന്നു. ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പുരാതനമായ തമിഴ് ഭാഷ ഏതാണ്ട് 2000 വർഷങ്ങളുടെ ചരിത്രം കുറിച്ചതിൻ്റെ തെളിവുകൾ ഇന്നും ഒരു തിരുശേഷിപ്പായിട്ടാണ് തമിഴ് സൂക്ഷിച്ചു വച്ചിട്ടുള്ളത്. தமிழா, தமிழா, தமிழ் பேசு தமிழா. 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 தமிழா, தமிழா, தமிழ் பேசு தமிழா.
சுகம். மொழியே மொழியே தமிழ் மொழியே முத்தமிழ் கண்ட தனிமொழியே. மொழியே மொழியே தமிழ் மொழியே முத்தமிழ் கண்ட தனிமொழியே. தமிழை நேசிப்போம், தமிழில் பேசுவோம். தமிழை நேசிப்போம், தமிழில் பேசுவோம். தமிழா தமிழா தமிழ் பேசு, தடைகள் கடந்து தமிழ் பேசு. തമിഴരുടെ ഈ ഭാഷയോടുള്ള പ്രണയം എന്നും ലോകത്തിന് ഒരു അത്ഭുതമാണ്. ഇവരുടെ ഈ ഭാഷാ സ്നേഹം ഈ ആധുനിക കാലഘട്ടത്തിലും തങ്ങളുടെ തലമുറകൾക്ക് ഒരു കലർപ്പുമില്ലാതെ പകർന്നു കൊടുക്കുന്നു. தமிழனாய் வாழ்ந்திடுவோம், தமிழே தலை நிமிர்வோம். தமிழை வாழ தமிழ் மொழியே வாழ்க வாழ்கவே. தமிழ் பேசு தமிழா. ചെന്നൈ മിഷന്റെ മിഷണറിമാർ പറയുന്നത് ഭാവിയിൽ ആഗോള സുവിശേഷവൽക്കരണത്തിന് തിരുസഭ ഉപയോഗിക്കാൻ പോകുന്ന മുഖ്യ ഭാഷകളിൽ ഒരുപക്ഷെ ഒന്നായിരിക്കാം നമ്മുടെ മലയാള ഭാഷയുടെ പെറ്റമ്മയായ തമിഴെന്ന്. വണക്കം ചെന്നൈ. தமிழனாய் நாம் வாழ்ந்திடுவோம், தமிழாலே தலை நிமிர்ந்திடுவோம். தமிழோடு நாம் வளர்த்திடுவோம். தமிழை நேசிப்போம், தமிழில் பேசுவோம். தமிழை நேசிப்போம், தமிழில் பேசுவோம். தமிழா தமிழா தமிழ் பேசு, தடைகள் கடந்து தமிழ் பேசு. 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 ഒരുപാട് സാധ്യതകളാൽ സമ്പന്നമാണ് ചെന്നൈ സീറോ മലബാർ കത്തോലിക്ക സഭ മിഷൻ. ചെന്നൈ മിഷൻ ഇന്ന് മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ഡയസിസിലും ചെങ്കൽപ്പെട്ട് ഡയസിസിലും അതിൻ്റെ ടൗണിലും അതുപോലെ തന്നെ ഗ്രാമ അന്തരീക്ഷങ്ങളിലും ഉൾക്കൊള്ളുന്ന 10ഓളം ഇടവകളും 20-ൽ പരം വിശുദ്ധ കുർബാനയുള്ള കേന്ദ്രങ്ങളും ഉൾപ്പെട്ട ഒന്നാണ്. തിരുവള്ളൂരും വെല്ലൂരും ഒക്കെ ഓടി നടന്ന് സഭാ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വൈദിക സഹോദരങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമർപ്പിത സഹോദരങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തന ഫലമായിട്ട് ഇനിയും ഈ മിഷൻ ധാരാളം വളരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ മിഷനെ എന്നും ഒരു മിഷനായിട്ട് കാണാൻ ആരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും ഒരു സത്യമാണ്. ചെന്നൈ മിഷനിലെ സകല മക്കളുടെയും ഒന്നിച്ചുള്ള പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഈ മിഷൻ ഒരു രൂപതയായി വളരണം എന്നുള്ളത്. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അത് സംഭവിക്കട്ടെ എന്നാണ് എല്ലാവരും ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ മിഷൻ്റെ വളർച്ചയിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാ സഭ അധികാരികൾക്കും, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട രൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കും ഞങ്ങൾ പ്രാർത്ഥനാപൂർവം നന്ദി അർപ്പിക്കുകയാണ്. നമുക്കൊന്നു ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയി ഒരുപാട് നന്മകൾ ഈ ചെന്നൈ പ്രദേശത്തെ സീറോ മലബാർ വിശ്വാസികൾക്കും മറ്റു ദൈവമക്കൾക്കും നൽകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നിങ്ങൾക്കേവർക്കും ദൈവാനുഗ്രഹവും പ്രാർത്ഥനയും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചെന്നൈ മിഷൻ ഇന്ന് പ്രാർത്ഥനാ നിറവിലാണ്. മിഷനിലുടനീളം കരുണയുടെ സ്പർശമാണ് നമുക്ക് ദർശിക്കാനായത്. അതും ഈ വൻ പട്ടണത്തിൽ നടത്തപ്പെട്ട മിഷന്റെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് ദൃശ്യമാക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. നാം കണ്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് സീറോ മലബാർ ചെന്നൈ മിഷൻ ഭാവിയിൽ തമിഴിൻ്റെ സ്വന്തം മിഷനാകുമെന്നതാണ്. അതിനായി ചെന്നൈ മിഷൻ എത്രയും വേഗം
ഒരു മിഷൻ രൂപതയായി തിരുസഭ ഉയർത്തുവാനായി ഇവരുടെ നിരന്തരമായ പ്രാർത്ഥനയിൽ നമുക്കും ഈ നിമിഷം ആത്മാർത്ഥമായി പങ്കുചേരാം.